ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം 94-ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കിയത്. ഉപാദാനം പ്രപഞ്ചസ്യ എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകം കൊണ്ടു. അതിനകത്ത് ഉപാദാന കാരണമായി കണ്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അജ്ഞാനം കൊണ്ടാണ് നമുക്കിപ്പോ ഈ പ്രാരബ്ധവും കാര്യങ്ങളും എല്ലാം തോന്നുന്നത്. അജ്ഞാനം മാറിയാൽ അപ്പ തന്നെ തസ്മിൻ നഷ്ടേ, ആ അറിവില്ലായ്മ, അജ്ഞാനം പോയാൽ ഉടനെ വിശ്വത, വിശ്വം, ലോകമില്ലാതാകുന്നു. ജ്ഞാനം വന്നാൽ ഉടനെ ഈ സംസാരം എന്നുള്ള ആ നമ്മുടെ ചിന്ത അതങ്ങില്ലാതെ കണ്ടാകുന്നു. നമ്മളീ കാണുന്നതെല്ലാം അനിത്യമാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നു. കാണില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണിന്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാവുക എന്നുള്ളതല്ല. ലോകം പെട്ടെന്ന് അപ്രത്യക്ഷമാവും, അങ്ങനെയല്ല. അതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവും. ഇതൊന്നും പെർമനന്റ് അല്ല, എല്ലാം നശിക്കുന്നതാണ്. സത്യം ഇതിന്റെ പുറകിലുള്ള ക്രിയേറ്റർ മാത്രമാണ് എന്നുള്ള ആ ബോധം നമ്മളിൽ ഉണ്ടാവും. അപ്പോ കർമ്മവുമില്ല, പിന്നെ കർമ്മഫലവുമില്ല. ജഗത്തില്ല, കർമ്മവുമില്ല, കർമ്മഫലങ്ങളുമില്ല. അപ്പൊ പ്രാരബ്ധവുമില്ല. എല്ലാം കഴിഞ്ഞ് ഒരു എന്താ സച്ചിദാനന്ദ അവസ്ഥ, അതിലേക്ക് എത്തും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല എന്നുള്ളതിന്റെ വേറൊരു വഴിയിൽ കൂടെ പറഞ്ഞു തന്നു. അടുത്തതായിട്ട് 95-ാമത്തെ ശ്ലോകം. യഥാരഞ്ജും പരിത്യജ്യ, യഥാരഞ്ജും പരിത്യജ്യ സർപ്പം ഗൃഹാതി വൈഭ്രമാത്, സർപ്പം ഗൃഹ്ണാതി വൈഭ്രമാത് തദ്വത് സത്യമവിജ്ഞായ, തദ്വത് സത്യമവിജ്ഞായ ജഗത് പശ്യതി മൂഢധീഃ, ജഗത് പശ്യതി മൂഢധീഃ. യഥാരഞ്ജും പരിത്യജ്യ സർപ്പം ഗൃഹാതി വൈഭ്രമാത് തദ്വൽ സത്യമവിജ്ഞായ ജഗത് പശ്യതി മൂഢധീഃ. ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഈ ശ്ലോകത്തിൽ കുറച്ച് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. യഥാ രഞ്ജും പരിത്യജ്യ, യഥാ എന്ന് പറഞ്ഞാൽ എவ்விധം, എങ്ങനെയാണോ. രഞ്ജും എന്ന് പറഞ്ഞാൽ കയറിനെ, കയറ് പാമ്പ് ഉദാഹരണത്തിലെ കയറിനെ രഞ്ജും. പരിത്യജ്യ, ത്യാഗം ചെയ്തിട്ട്. സർ രജ്ജുമാണ്, രഞ്ജുമല്ല. രജ്ജും, രജ്ജു, രണ്ട് ജ, രജ്ജു. രജ്ജും, രജ്ജു, രജ്ജും പരിത്യജ്യ. അപ്പോ എങ്ങനെയാണോ രജ്ജുവിനെ, കയറിനെ പരിത്യജ്യ, ത്യാഗം ചെയ്തിട്ട്. ശരിയായി കയർ എന്ന് അറിയാത്തതാണ് അവിടുത്തെ പ്രശ്നം, അല്ലെ? ശരിയായിട്ട് കയർ എന്ന് അറിയാത്തതാണല്ലോ അവിടുത്തെ പ്രശ്നം. അപ്പോ ആ കയറിനെ ത്യാഗം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പാമ്പിനെ സ്വീകരിക്കുന്നു. സർപ്പം ഗൃഹാതി, പാമ്പിനെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? ഭ്രമാത്, ഭ്രമത്തിനാൽ. ഭ്രമത്തിനാൽ. അപ്പൊ ത്യാഗം ചെയ്യപ്പെടുന്നത് അവിടെ എന്തിനാണ്? ശരിയായിട്ടുള്ളതിനെയാണ് ത്യാഗം ചെയ്യുന്നത്. എങ്ങനെയാണോ പാമ്പാണ് എന്ന് കയറിനെ തെറ്റിദ്ധരിക്കുന്നത് കയർ ശരിയായിട്ട് കയർ എന്നുള്ളതിനെ അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോൾ ഭ്രമത്താൽ, അത് ഭ്രമം എന്നാണ് അതിന് പറയുക. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിനെ ഭ്രമം എന്നും പറയും. അതുപോലെയാണ് സത്യം അവിജ്ഞായ, തദ്വത് എന്ന് പറഞ്ഞാൽ അതുപോലെ. സത്യം അവിജ്ഞായ, സത്യത്തെ മനസ്സിലാക്കാതെ, സത്യത്തെ മനസ്സിലാക്കാതെ, അവിജ്ഞായ മനസ്സിലാക്കാതെ, ജഗത് പശ്യതി, ലോകത്തെ കാണുന്നു. ജഗത് പശ്യതി, ലോകത്തെ കാണുന്നു. സത്യമറിയാതെ ലോകം മിഥ്യ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ അപ്പോ
കാര്യങ്ങൾ ശരിയാവില്ല. സത്യം അറിയണ്ടേ? സത്യം അറിയാതെ മിഥ്യ മിഥ്യ എന്ന് പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ ലോകത്തെ സത്യം അറിയാതെ ലോകം മിഥ്യ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ ഈ ലോകം ആണ്, പിന്നെ എന്ത് പേടിക്കാൻ എന്നൊരു തോന്നലും. ലോകം മിഥ്യയില്ലേ, എന്താ പിന്നെ പേടിക്കാൻ എന്നൊരു തോന്നൽ വരും. പിന്നെ ഉള്ള കാലം സുഖമായിട്ട് അനുഭവിക്കുക, അത്രേ ഉള്ളൂ എന്നൊരു ചിന്തയിലേക്ക് മനസ്സ് പോകുമെന്നാണ് പറയുന്നത്. സത്യം എന്താണെന്ന് അറിയണം, ഇതിന്റെ പുറകിലുള്ള സത്യത്തെ അറിയണം. സത്യത്തെ അറിയാതെ, അങ്ങനെ ഒരു സത്യം വേറെ ഉണ്ട് എന്നറിയാതെ വെറുതെ ലോകം മിഥ്യ എന്ന് പറഞ്ഞാൽ അതിനെന്താ, അങ്ങനെ ആയിക്കോട്ടെ പൊക്കോട്ടെ, ഉള്ള കാലം സുഖമായിട്ടിരിക്കാം, നമ്മുടെ ആഗ്രഹം പോലെ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം എന്ന് വിചാരിച്ചു പോകും. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ ആ മോക്ഷം എന്നുള്ളതിലേക്ക്, ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളതിലേക്ക് നമ്മൾ എത്തില്ല. ഈ സംസാര ചക്രത്തിൽ തന്നെ വീണ്ടും വീണ്ടും വന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പൊ സത്യം അറിയുകയും വേണം, ഇത് മിഥ്യയാണെന്ന് അറിയുകയും വേണം. രണ്ടും വേണം. മിഥ്യയാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. അതാണ് ആ ത്യാഗം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. യഥാർത്ഥമായിട്ടുള്ള കാര്യത്തെ അവിടെ ത്യാഗം ചെയ്യപ്പെട്ടിരിക്കുന്നു. കയർ എന്ന് ശരിയായിട്ട് രജ്ജുവിനെ കയർ എന്ന് അറിയാതെ അതിനെ ത്യാഗം ചെയ്തിരിക്കുന്നു, ആ അറിവിനെ. അതുപോലെ ഇവിടെ ഈ സത്യത്തെ ത്യാഗം ചെയ്തിട്ട് ഭ്രമം കൊണ്ട് ഇതാണ് ശരി, ഈ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്തുണ്ടാവും? ആ യഥാർത്ഥമായിട്ടുള്ള അറിവിലേക്ക് നമ്മൾ എത്തില്ല. ചിലർക്ക് ആത്മജ്ഞാനം ഒട്ടും വരാതെ ചെറുതായിട്ട് ഒരു ജ്ഞാനം വരുമ്പോ അവര് വൈരാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായി പെരുമാറും എന്നാണ് പറയുന്നത്. അതായത് ശരിയായിട്ടുള്ള ആത്മജ്ഞാനമായിട്ടില്ല, അവിടെ എവിടെയും കുറേശ്ശെ ഒട്ടുകൊക്കെ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമൊക്കെ അഭിനയിക്കും. അത് വൈരാഗ്യത്തിന് നേരെ ഓപ്പോസിറ്റായി തീരുകയും ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും. അപ്പോൾ ശരിയായിട്ടുള്ള അറിവ് നേടേണ്ടത് അത്യാവശ്യമാണ്. അതാണ് സത്യത്തെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോ നമ്മുടെ അറിവാണ് ശരിക്കും ആ കയറിനെ സത്യമായിട്ട് കയറാണ് എന്ന് അറിയാൻ സഹായിക്കുന്നത്. ആ അറിവില്ലെങ്കിൽ പാമ്പിനെ അവിടെ കണ്ടുകൊണ്ടേയിരിക്കും. ആ കയറാണെന്ന് അറിയണം. ആ അറിയുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ ജ്ഞാനം നമുക്ക് വരും, അജ്ഞാനം അവിടെ നിന്ന് മാറും. അപ്പോ ഇവിടെ തദ്വത് സത്യമഭിജ്ഞായ ജഗത് പശ്യതി മൂഢധീഹി. സത്യത്തെ മനസ്സിലാക്കാതെ ജഗത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നു ആര്? മൂഢധീഹി. തെറ്റായ ബുദ്ധി, തെറ്റായ അറിവ് നമുക്ക് വിപരീത ജ്ഞാനം തന്നുകൊണ്ടിരിക്കുന്നു. തെറ്റായ ബുദ്ധി, തെറ്റായ അറിവ് വിപരീത ജ്ഞാനം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും ശരിയായ അറിവ് നേടിയില്ലെങ്കിൽ തെറ്റായ അറിവ് നമ്മെ കീഴ്പ്പെടുത്തും. അത് തന്നെയാണ് നമ്മുടെ ഈ സംസാര കാരണം, അല്ലെ? ഇപ്പൊ നമ്മൾ ഇത്രയും വരെ പഠിച്ചപ്പോ ആത്മധർമ്മം ശരീരധർമ്മം രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാത്തടത്തോളം കാലം ദേഹം ശരീരമാണ് എന്ന്, ശരീരം തന്നെയാണ് ശരീരധർമ്മങ്ങളാണ് ആത്മധർമ്മം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. കുറെ ശ്ലോകങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. കുറെ മുമ്പ് ഒരു 10-15 ശ്ലോകങ്ങളിൽ അത് പറഞ്ഞു തന്നു ആചാര്യസ്വാമികൾ. അത് പറയും തോറുമാണ് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ തെറ്റായൊരു അറിവുണ്ട്, ഈ ശരീരം തന്നെ എല്ലാം, ശരീരം തന്നെ ആത്മാ എന്ന് നമുക്കുണ്ടല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ഉറച്ചിരിക്കുന്നത്. ശരീരത്തെ തന്നെയാണ് ആത്മാവായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മളെ മാറ്റി കൊണ്ടുവരാനാണ് ഈ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു വരുമ്പോ ആ സത്യം എന്താണ്? ആത്മ എന്നുള്ളത് ശരീരമല്ല, ശരീരം നാശമുള്ളതാണ്, ആത്മാ നാശമില്ലാത്തതാണ്. ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു ശക്തി അത് ഞാൻ തന്നെയാണ്. എന്റെ കണ്ണടയ്ക്കണം, എന്റെ കൈ ചലിപ്പിക്കുന്ന എല്ലാം ഞാൻ തന്നെയാണ്. ആ ഞാൻ ആണ് ആത്മാ, ഈ ശരീരമല്ല. അതുകൊണ്ട് ശരീരധർമ്മം ആത്മധർമ്മമല്ല എന്ന് എത്രയോ ശ്ലോകങ്ങളെ കൊണ്ട് ആചാര്യസ്വാമിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ആ ശരിയായിട്ടുള്ള അറിവ് നേടിയില്ലെങ്കിൽ തെറ്റായ അറിവ് കീഴ്പ്പെടുത്തും. ആ തെറ്റായ അറിവാണ് നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ജന്മജന്മാന്തരങ്ങളായി ആ തെറ്റായ അറിവിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ മാറ്റണം. അടുത്ത ശ്ലോകം 96-ാമത്തെ ശ്ലോകം. രജ്ജുരൂപേ പരിജ്ഞാതേ സർപ്പഭ്രാന്തിർന തിഷ്ഠതി അധിഷ്ഠാനേ തദാജ്ഞാതേ
പ്രപഞ്ചശൂന്യതാം വ്രജേത് രജ്ജുരൂപേ പരിജ്ഞാതേ സർപ്പഭ്രാന്തിർന തിഷ്ഠതി അധിഷ്ഠാനേ തദാ ജ്ഞാതേ പ്രപഞ്ചശൂന്യതാം വ്രജേത്. അറിവില്ലായ്മയെ നീക്കുവാൻ എന്താ മാർഗം? അറിവ് നേടുക എന്നുള്ളതേ ഉള്ളൂ, വേറൊന്നുമില്ല. അറിവില്ലായ്മയെ നീക്കുവാൻ അറിവുണ്ടാണ്. ജ്ഞാനം നേടുക എന്നത് മാത്രമാണ് ഉപായം. അപ്പോ രജ്ജുരൂപേ പരിജ്ഞാതേ, കയറിന്റെ തന്മയെ മുഴുവനായി അറിയുമ്പോൾ, കയറിന്റെ തന്മയെ മുഴുവനായി അറിയുമ്പോൾ, പരിജ്ഞാത, പരി എന്ന് പറയാൻ മുഴുവനായിട്ട്, ജ്ഞാതെ അറിയുമ്പോൾ, പരിജ്ഞാതെ മുഴുവനായി അറിയുമ്പോൾ, സർപ്പ, വേറൊരു ബുക്കില് സർപ്പകണ്ഠം ന തിഷ്ഠതി എന്ന് പറയും. സർപ്പകണ്ഠം ന തിഷ്ഠതി. ഇവിടെ സർപ്പഭ്രാന്തിർ ന തിഷ്ഠതി എന്നാണ് ഒരു പുസ്തകത്തില്. രണ്ടും ഉദ്ദേശം ലക്ഷ്യമൊക്കെ ഒന്ന് തന്നെ. സർപ്പകണ്ഠം ന തിഷ്ഠതി, പാമ്പിന്റെ ശരീരം അവിടെ നിൽക്കുന്നില്ല, കാണുന്നില്ല എന്നർത്ഥം. സർപ്പഭ്രാന്തിർ ന തിഷ്ഠതി എന്ന് പറയുമ്പോൾ ആ സർപ്പമാണ് എന്നുള്ള ആ ഭ്രമം നമ്മളിൽ നിന്ന് പോകുന്നു. രണ്ട് രീതിയിലും അതിനെ പറയുന്നുണ്ട് ശ്ലോകങ്ങളിൽ. അപ്പോ ഒറിജിനൽ പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്തൊക്കെയാ വഴികളുള്ളത്? ഒറിജിനൽ പാമ്പിന്റെ, നമ്മുടെ മുമ്പിൽ ഒറിജിനൽ പാമ്പുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ഒന്ന്, അതിനെ തല്ലിക്കൊല്ലാം, പിന്നെ അവിടെ നിന്ന് ഓടിപ്പോകാം, അല്ലെങ്കിൽ അതിനെ വേറൊരു എന്തെങ്കിലും ഒരു പിടിച്ച്, കൊല്ലാതെ പിടിച്ചൊരു സ്ഥലത്തേക്ക് കൊണ്ടുവിടാം. അങ്ങനെ പല പല മാർഗങ്ങളുണ്ട്. പക്ഷേ നമ്മൾ തന്നെ അധ്യാസം ചെയ്തൊരു പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്താ മാർഗം? അതിനെ തല്ലിക്കൊല്ലുവോ പിടിച്ചു കൊണ്ടുപോകുമോ ഒന്നും പറ്റില്ല. നമ്മൾ അധ്യാസം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒറിജിനലി അവിടെ ഇല്ല, പക്ഷെ നമ്മൾ അധ്യാസം ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ആ അധ്യാസം മാറണം, അല്ലാതെ രക്ഷയില്ല. അധ്യാസം എങ്ങനെ മാറും? അത് ജ്ഞാനം കൊണ്ടേ മാറുകയുള്ളൂ. നമ്മൾ അധ്യാസം സങ്കല്പിച്ച് അവിടെ ക്രിയേറ്റ് ചെയ്ത്, നമ്മളായിട്ട് മാനസികമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ കളയാൻ ജ്ഞാനം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. വേറൊരു ഉപാധിയിൽ കൂടെയും അതിനെ കളയാൻ പറ്റില്ല. അപ്പൊ സത്യം അറിയണം. അതാണ് അവിടുത്തെ ജ്ഞാനം. എന്താണ് അത്? സത്യമായിട്ടും അത് കയറാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞാലേ അവിടുത്തെ ആ അധ്യാസം ചെയ്ത പാമ്പ് അപ്രത്യക്ഷമാവുകയുള്ളൂ. അപ്പൊ ജ്ഞാനത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അധിഷ്ഠാനെ ജ്ഞാതേ, ആധാരത്തെ അറിയുമ്പോൾ, ആധാരത്തെ അറിയുമ്പോൾ, അധിഷ്ഠാനെ ജ്ഞാതേ, അധിഷ്ഠാനത്തെ അറിയുമ്പോൾ അത് ആ ജ്ഞാനമാവുകയുള്ളൂ. അത് എന്താ പറയാ, അധ്യാസം മാറുകയുള്ളൂ. ലോകത്തിന്റെ ആധാരത്തെ അറിയണം. ലോകത്തിന്റെ ആധാരം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, ഉപാദാനത്തിന് രണ്ടു തരം ഉപാദാനത്തെ നമ്മൾ പറഞ്ഞു തന്നു. വിവർത്ത ഉപാദാനം, പരിണാമി ഉപാദാനം. അപ്പൊ ആ വിവർത്ത ഉപാദാനം തന്റെ സ്വരൂപത്തെ മാറ്റാതെയുള്ള ആ വിവർത്ത ഉപാദാനമായിട്ട് ഒരു ആധാരമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാലേ, ഈ പ്രപഞ്ചത്തിന്റെ ആധാരം അതാണെന്ന് അറിയുമ്പോഴേ ആ ജ്ഞാനം ഉണ്ടാവുകയും. പ്രപഞ്ചം കൊണ്ട്, അതായത് ലോകത്തിന്റെ ആധാരത്തെ അറിയുമ്പോൾ പ്രപഞ്ച ശൂന്യതാം ഗത, പ്രപഞ്ച ശൂന്യതാം ഗത, ലോകത്തിന്റെ ആധാരത്തെ, പ്രപഞ്ചത്തിന്റെ ആധാരത്തെ അറിയുമ്പോൾ ശൂന്യതാം ഗത, പ്രപഞ്ചം അഥവാ ലോകം ഇല്ലാതാകുന്നു. പ്രപഞ്ച ശൂന്യതാം പ്രജേത് എന്നാണ് പറയുന്നത്. ആ പ്രജേത് എന്നുള്ളതിന് ഗതഹ എന്ന് അർത്ഥമുണ്ട്. അപ്പോ ആധാരം അറിയണം. ആധാരം അറിയുമ്പോ ആ പ്രപഞ്ചം, നമ്മൾ ഉണ്ട് 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 എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഈ പ്രപഞ്ചം, ആ സംസാരം, അത് ഇല്ലാതാകും, നോൺ എക്സിസ്റ്റൻസ് ആവും. അപ്പോ ഇങ്ങനെ അറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രപഞ്ചം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതായത് ഇത് ശരിക്കും ഉള്ളതല്ല, ഇതൊരു അധ്യാസം മാത്രമാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആ പ്രപഞ്ചം കൊണ്ട് പ്രയോജനമുണ്ടോ? അവിടെയാണ് ഒരു കാര്യം പ്രത്യേകം പറയുന്നത്. പ്രപഞ്ചം, നമ്മളിപ്പോ കാണുന്ന ഈ പ്രപഞ്ചം, നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ അധ്യാസം ചെയ്ത പ്രപഞ്ചം ആധാരത്തെ, അതിന്റെ അധിഷ്ഠാനത്തെ പ്രാപിക്കാൻ സഹായിക്കും. അതാണ് ഇവിടെ പ്രത്യേകം പറയുന്ന ഒരു കാര്യം. അതിന്റെ ആധാരത്തെ, എവിടുന്നാണോ അത് ഉണ്ടായ അതിനെ കുറിച്ച് ചിന്തിക്കാനും അതിനെ
കണ്ടുപിടിക്കാനും അതിലോട്ട് പോകാനും നമ്മളെ സഹായിക്കും ഈ പ്രപഞ്ചം. അപ്പൊ പ്രപഞ്ചം ഉണ്ട് എന്ന് ആദ്യത്തെ തോന്നൽ തെറ്റില്ല. ആ ഉണ്ട് എന്നുള്ള തോന്നലിൽ കൂടി മാത്രമേ അതിന് ആധാരമായ എന്തോ ഒന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടാണ് ആധാരത്തെ അന്വേഷിച്ചത്. പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അല്ലെ? നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് അപ്പൊ പറഞ്ഞു തരുന്നു, ആചാര്യന്മാർ പറഞ്ഞു തരുന്നു, ഇത് സത്യമല്ല, ഇത് മിഥ്യയാണ്, ഇത് അഭ്യാസം ചെയ്തതാണ്, ഇതിന്റെ പുറകിൽ ഒരു ശക്തിയുണ്ട്, ഒരു ആധാരമുണ്ട്, അവിടെ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങളിൽ ഇത് തോന്നിപ്പിക്കുന്നത് എന്ന് പറയും. അപ്പൊ ആധാരം മനസ്സിലായാൽ പിന്നെ ഇവിടെ പ്രപഞ്ചമുണ്ടോ? ഇല്ല. അതാണ് വ്യത്യാസം. ആധാരം മനസ്സിലായാൽ പിന്നെ പ്രപഞ്ചമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്രത്യക്ഷമാകണു എന്നല്ല, കാണാണ്ടാകണു എന്നുള്ളതല്ല. അതിന്റെ ആ സത്യാവസ്ഥ മനസ്സിലാക്കി സുഖദുഃഖങ്ങൾക്ക് നമ്മൾ അടിമയാകാതിരിക്കണം. അതാണ് അവിടെ പറയുന്നതിന്റെ കാര്യം. ആധാരം മനസ്സിലായ പ്രപഞ്ചമില്ല എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളിൽ നിന്ന് മനസ്സിനെ ഉയർത്തണം. അതിനാണത് പറയുന്നത്. പ്രപഞ്ചം എന്താ കാണിച്ചിരുന്നേ? പ്രപഞ്ചം ഞാൻ ഉണ്ടെന്ന് കാണിച്ചിരുന്നു. പ്രപഞ്ചം ഉണ്ട് 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 എന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനെ കാണുമ്പോഴാണ് നമ്മൾ ഇത് എവിടുന്ന് വന്നു, ഇത് ആരുണ്ടാക്കി, ഇതെങ്ങനെ ഇവിടെ നിലനിൽക്കുന്നു, അല്ലേ? ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഒരു ആത്മീയ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ കാണുന്നത് എപ്പോഴുണ്ടായി, എവിടെ നിന്നുണ്ടായി, ആരാണ് ഇതിന്റെ ഈ ക്രിയേറ്റർ, ഇത് എത്ര കാലം നിൽക്കും, എത്ര കാലം മുമ്പ് ഇത് വന്നു, ഇതെങ്ങനെ നിലനിൽക്കുന്നു, ഇതിങ്ങനെ വന്നുകൊണ്ട് ധാരാളം നശിക്കുന്നു, പിന്നെ ധാരാളം തനിയെ തനിയെ ഉണ്ടാകുന്നു. അപ്പൊ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഒരു ചിന്ത ഉള്ള ആളാണ് ശരിക്കും ആത്മീയ അന്വേഷണമുള്ള ആൾ. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ജീവിച്ചു മരിക്കുന്നവർ എത്രയുണ്ട്? ഒരു ചിന്തയില്ല. നമ്മളെ വന്നു, കിട്ടുന്നതൊക്കെ കഴിച്ചു, സുഖമായിട്ടിരുന്നു, കുറെ കാലം അവനവന് തോന്നുന്നതൊക്കെ ചെയ്തു, ആവശ്യമുള്ളതൊക്കെ ആഗ്രഹമുള്ളതൊക്കെ മേടിച്ചു, കുറെ ആഗ്രഹങ്ങൾ നടന്നില്ല, അതിന് സങ്കടപ്പെട്ടു, പിന്നെ പല രീതിയിലും ഇവിടെ ജീവിച്ചു, ജസ്റ്റ് ജീവിച്ചു മരിച്ചു, അത്ര. അത് മൃഗങ്ങളെ പോലെ തന്നെ. അതുകൊണ്ടാണ് അവിടെ മൃഗങ്ങളെ പോലെ എന്ന് പറയും, മരിച്ചു ജീവിച്ചു. ശരിക്കും മരിച്ചു ജീവിക്കുക തന്നെ ചെയ്യുന്നത്. പിന്നെയും മരിക്കുന്നു, പിന്നെയും ജീവിക്കുന്നു, പിന്നെയും മരിക്കുന്നു, പിന്നെയും ജീവിക്കുന്നു. അപ്പോ അതിൻ്റെ ഇടയിൽ ഈ ഒരു ആലോചനകളൊന്നും അവർക്കില്ല. അപ്പൊ ഒരു സ്വല്പമെങ്കിലും ആത്മീയ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിച്ചാൽ പോലും ആത്മീയ അന്വേഷണം തുടങ്ങി അവിടെ. പിന്നെ അതിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. അപ്പോഴാണ് ആ പല പല ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവും, ഗുരു വന്നുവിടും, ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ. ആ എപ്പോഴൊക്കെ മനസ്സിൽ ആ ഒരു ചെറിയൊരു ചിന്ത വരുന്നു, ആ സമയം ഈശ്വരൻ അതിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ഈശ്വരൻ തന്നെ നേരിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഉള്ളിലുള്ള ആ ശക്തി, ആ ആത്മാ തന്നെ സ്വയം എന്നെ അറിയുവാൻ, ഞാൻ ആരെന്നറിയുവാൻ ശ്രമിക്കുന്ന ആ ജീവനെ സഹായിക്കും. അത് വലിയൊരു തത്വമാണ്. ഏതൊരു ജീവന് അവനവന്റെ ആധാരത്തെ അറിയണം എന്ന് താല്പര്യം ഉണ്ടാകുന്നുവോ, ആ ആധാരം, ആ ജീവനെ, ആ ആധാരം തന്നെ സഹായിക്കും. കാരണം ജീവൻ അവിടെ അധ്യാസം മാത്രമാണല്ലോ. അതുകൊണ്ടാണ് അത് ഉറപ്പായിട്ട് അവിടെ ആ സഹായം ലഭിക്കും. എവിടുന്നെങ്കിലും അത് ലഭിച്ചിരിക്കും. അപ്പോ ശൂന്യതാം ഗത, അതാ അവിടെയാണ് അത്. ആ പ്രപഞ്ചം അവിടെ ഇല്ലാതെ കണ്ടായി ജ്ഞാനം വന്നപ്പോ. അപ്പൊ പ്രപഞ്ചമുണ്ട്, ആ പ്രപഞ്ചമുണ്ട് എന്നുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ചം നമുക്ക് ചെയ്യുന്ന സർവീസ്. ആ സർവീസ് പ്രപഞ്ചം ചെയ്യുകയാണ്. ഞാൻ ഉണ്ട് എന്നിവിടെ കാണിച്ചിട്ട് അതിന്റെ ഉത്ഭവത്തെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രപഞ്ചം ചെയ്യുന്നത്. പ്രപഞ്ചം ബ്രഹ്മം എന്ന് അറിഞ്ഞ ശേഷം, ഈ പ്രപഞ്ചം ബ്രഹ്മം എന്നറിഞ്ഞ ശേഷം നമ്മൾ പ്രപഞ്ചത്തെ വെറുക്കാൻ പറ്റുമോ? നല്ല ഒരു ചോദ്യമാണ്. പ്രപഞ്ചം ബ്രഹ്മം എന്നറിഞ്ഞ ശേഷം നമ്മൾ ഈ പ്രപഞ്ചത്തെ വെറുക്കാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ വെറുത്താൽ എന്തായി? നമ്മൾ ഈ പഠിച്ചതൊക്കെ വെറുതെ, അല്ലേ? പ്രപഞ്ചത്തെ സ്നേഹിക്കണം. കാരണം അത് ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തെ നമ്മൾ സ്നേഹിക്കല്ലേ, അല്ലേ? ഞാൻ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം എനിക്ക് നമുക്ക് ആരോടാ? അവനവനോടാണ്. എല്ലാവർക്കും ഏറ്റവും സ്നേഹം അവനവനോട് തന്നെ. അവനവൻ ആരാണ്? ആത്മായാണ്. ആത്മാ ആരാണ്? ബ്രഹ്മമാണ്.
അപ്പൊ നമ്മൾ ആരെയാ സ്നേഹിക്കുന്നത്? ബ്രഹ്മത്തെ. അപ്പൊ പുറത്ത് കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. അപ്പൊ നമുക്ക് ആ പുറത്ത് കാണുന്നതിനെ വെറുക്കാൻ പാടുവോ? ഇല്ല. ജ്ഞാനി ആവുമ്പോൾ, ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ആ വെറുപ്പുണ്ടാവില്ല. ഇപ്പൊ നമുക്കത് എങ്ങനെ തോന്നുന്നത്? പറ്റുമോ, ശരിയാവോ എന്നൊക്കെ തോന്നുന്നത് നമ്മൾ അജ്ഞാനത്തിലിരിക്കുന്നുണ്ടാണ്. ഇപ്പൊ പല ചോദ്യങ്ങളും മനസ്സിൽ വരുന്നത് അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനം മാറിയാൽ ഈ ചോദ്യങ്ങളൊന്നുമില്ല, എല്ലാം ഒന്നായി കാണും എന്നാണ് ജ്ഞാനികൾ പറയുന്നത്. അവർ പറയുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാം ഒന്നായിട്ട് കാണുമെന്ന് ജ്ഞാനികൾ പറയുന്നു, വേദം പറയുന്നു, വേദാന്തം പറയുന്നു. എല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു തരും. അപ്പോ പ്രപഞ്ചത്തെ വെറുക്കില്ല, ഒരിക്കലും സ്നേഹിക്കും. കാരണം നമ്മളെ മുന്നോട്ട് നയിച്ചത് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് അതിന്റെ ഒറിജിനൽ ഉത്ഭവത്തെ അറിയാൻ വേണ്ടി ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായത്. അപ്പൊ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുക, അതിന്റെ സത്യത്തെ മനസ്സിലാക്കി സ്നേഹിക്കും. അപ്പൊ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ അല്ല, അമിതമായിട്ടുള്ള ഉപയോഗമോ അല്ല, ഒരു ആരാധനാ മനോഭാവത്തോടു കൂടി അതിനെ ഈശ്വരൻ തന്നെയായിട്ട് കണ്ടുകൊണ്ട്, അത് തന്നെയാണ് വേദം പറയുന്നത്. വേദം പറയുന്നത് അതാണല്ലോ. ഈ പ്രപഞ്ചത്തിൽ കണ്ടിട്ടുള്ള നമ്മളീ കണ്ട സൃഷ്ടികൾ, പഞ്ചഭൂത സൃഷ്ടികളെ മുഴുവൻ എല്ലാത്തിനും ഈശ്വരനായി കാണണം, ബ്രഹ്മമായി കാണണം. അപ്പോ അതിനെ നമ്മൾ സ്നേഹിക്കണം. അത് നമ്മളിൽ നിന്ന് വേറെയല്ല, ശരിയല്ലേ? നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറെയല്ലോ. അപ്പോ ആരാധനയോടുകൂടി കണ്ടാൽ ഒരിക്കലും അതിനെ വെറുക്കാൻ പറ്റില്ല, ആ ഒരു മനസ്സ് വരികയില്ല. അതിനാണ് വേദം അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ സംസാരരൂപമായ ശൂന്യതാം ഗതഃ എന്ന് പറയുമ്പോൾ സംസാരരൂപമായ പ്രപഞ്ചം ശൂന്യമാകും. സംസാരരൂപമായ പ്രപഞ്ചം ശൂന്യമാകും. പിന്നീട് കാണുന്ന പ്രപഞ്ചം ബ്രഹ്മരൂപമായ പ്രപഞ്ചമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം വല്ലതുണ്ടോ? കാണുമ്പോൾ നമ്മുടെ കാഴ്ചയിൽ ഈ കണ്ണെന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളിൽ കൂടി കാണുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതിനെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് അതിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന അറിവ് നമുക്കുണ്ടാകും. കയറിൽ പാമ്പിനെ കണ്ടപ്പോ ഉണ്ടായ അതേ കാര്യം പോലെ തന്നെ കയറാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ പാമ്പ് അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇല്ലാണ്ടാവില്ല. ആ കയറില്ലാണ്ടാവില്ലല്ലോ, കയർ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അതിനെ പാമ്പായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഏത് രീതിയിൽ? എല്ലാം ബ്രഹ്മം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും, അതിനെ സ്നേഹിക്കാൻ പറ്റും, അതിനെ അനുഭവിക്കാൻ പറ്റും, എല്ലാം ചെയ്യാം. പക്ഷെ ആ നമ്മുടെ കാഴ്ചപ്പാടിന് ഭയങ്കര വ്യത്യാസമാണ്. കാഴ്ചപ്പാട് ശരിക്കും മാറും കാഴ്ചപ്പാട്. ഇപ്പൊ നമ്മൾ എന്തെല്ലാം പറയും? ഒരുപാട് പ്രപഞ്ചത്തെ നമുക്ക് കുറ്റം പറയാറുണ്ട്, പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളെയും കുറ്റം പറയാറുണ്ട്, അനുഭവങ്ങളെയെല്ലാം നമ്മൾ വിമർശിക്കാറുണ്ട്. അതെല്ലാം മാറിയിട്ട് ഒരു വിമർശനവും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രപഞ്ചത്തിൽ നമ്മൾ ഇടപഴകും. അതാണ് ജ്ഞാനം തരുന്ന വലിയൊരു ഗുണം. അപ്പൊ എന്തായി? മനസ്സമാധാനം എന്ന് പറഞ്ഞ ആ ശാന്തി അവിടെ നിലനിൽക്കും. ബ്രഹ്മരൂപമായ പ്രപഞ്ചത്തിന് ഇവിടെ ഈശാവാസ്യ ഉപനിഷത്തില് അതല്ലേ പറയുന്നത്? ഈശാവാസ്യമിതം സർവം. അതിലേക്ക് പോവും, നമ്മളറിയാതെ അതിലേക്ക് പോവും. അടുത്ത ശ്ലോകം നോക്കാം. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ വളരെ ആഴത്തിലുള്ള കാര്യങ്ങളാണ് ഓരോ ശ്ലോകങ്ങളിൽ കൂടി വരുന്നത്. അടുത്തത് 97-ാമത്തെ ശ്ലോകം. ദേഹസ്യാപി പ്രപഞ്ചത്വാത് പ്രാരബ്ധാവസ്ഥിതി കുതഃ അജ്ഞാനി ജനബോധാർത്ഥം പ്രാരബ്ധം വക്തി വൈ ശ്രുതിഃ. ദേഹസ്യാപി പ്രപഞ്ചത്വാത് പ്രാരബ്ധാവസ്ഥിതി കുതഃ അജ്ഞാനി ജനബോധാർത്ഥം പ്രാരബ്ധം വക്തി വൈ ശ്രുതിഃ. ദേഹസ്യാപി പ്രപഞ്ചത്വാത്, ദേഹസ്യ അപി പ്രപഞ്ചത്വാത്. നേരത്തെ നമ്മൾ ഒരിക്കൽ നോക്കിയൊരു കാര്യം തന്നെയാണിത്. ഈ ദേഹവും പ്രപഞ്ചത്തിൽ ഒരു അംഗം. ഈ ദേഹവും നമ്മുടെ ഈ ശരീരവും നമ്മുടെ ഈ ദേഹവും പ്രപഞ്ചത്തിലെ ഒരു അംഗമാണ്. വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രപഞ്ചത്തിലെ ഒരു അംഗമാണ് ഈ ശരീരം. ജ്ഞാനം കൊണ്ട് പ്രപഞ്ചത്തെ നീക്കപ്പെടുമ്പോൾ, ലോകത്തെ നീക്കുമ്പോൾ, സംസാരരൂപമായ പ്രപഞ്ചത്തെ നീക്കുമ്പോൾ ഈ ദേഹവും നീക്കപ്പെടുന്നു. നീക്കപ്പെടുന്നു.
ജ്ഞാനം കൊണ്ട് ലോകം നീക്കപ്പെടുമ്പോൾ, സംസാരരൂപമായ പ്രപഞ്ചം നീക്കപ്പെടുമ്പോൾ ഈ ദേഹവും നീക്കപ്പെടുന്നു. ലോകം മിഥ്യ എന്ന് പറയുന്ന ആള്, നമ്മള് അങ്ങനെ ചിലരൊക്കെ പറയുമല്ലോ, ലോകം മിഥ്യ എന്ന് പറയുന്ന ആള് സ്വയം മരണഭയമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കണ്ടേ? ലോകം മിഥ്യ എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, എന്തോ കാര്യം പറഞ്ഞു വന്നപ്പോഴേക്കും, മരിക്കണ കാര്യം പറഞ്ഞപ്പോഴേക്കും പറയാണ്, അയ്യോ ഒന്നും ആ വാക്ക് പറയല്ലേ പ്ലീസ്, മരണത്തെക്കുറിച്ച് പറയല്ലേ. നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ കണ്ടിട്ടുള്ളത്, മരണത്തെക്കുറിച്ചൊന്നും പറയണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കണ്ട, അശുഭമായ കാര്യമൊന്നും ഇപ്പോൾ പറയണ്ട എന്ന് ഈ ലോകം മിഥ്യ എന്ന് പറയുന്ന പ്രസംഗിക്കുന്ന ഒരാൾ പറയുകയാണെങ്കിൽ എന്താ ഇതിന്റെ അർത്ഥം? ആ മിഥ്യാത്വം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് മനസ്സിലായിട്ടില്ല, ചുമ്മാ പറയുന്നതാ മിഥ്യ. ആ മിഥ്യ മനസ്സിലാക്കിയാൽ മാത്രമേ അത് പറയുമ്പോൾ ആൾക്ക് ഈ വക മരണമയമോ വേറെ യാതൊന്നുമില്ല, ജ്ഞാനി എന്നും. ലോകം മിഥ്യ എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ ജ്ഞാനി ആയിരിക്കണം, അല്ലാത്ത ഒരാൾക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അപ്പൊ അയാൾ അത് പറയുമ്പോൾ നമുക്കറിയാം അയാൾ ജ്ഞാനി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അയാളുടെ ബാക്കിയുള്ള പെരുമാറ്റത്തിൽ നിന്ന് അറിയാം. മിഥ്യ എന്ന് പറയുന്ന ഒരാൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്കിപ്പോ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിന് വരുന്ന മാനാഭിമാനം ലോകത്തില് അംഗം തന്നെയാണ്, ഇതിന്റെ അംഗം തന്നെയാണ്. മനസ്സിന് വരുന്ന മാന അഭിമാനം എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണേ? ശരീരത്തെയാണ്. ശരീരത്തെ, ഞാൻ ഈ ശരീരമാണ് എന്നുള്ളത് കൊണ്ടാണ് മാനാഭിമാനങ്ങൾ അവിടെ വരുന്നത്. ആ സൂക്ഷ്മ ശരീരത്തിലാണത് പ്രതിഫലിക്കുന്നതെന്ന് മാത്രം, പുറത്തേക്ക് കാണില്ല. പക്ഷെ സൂക്ഷ്മ ശരീരത്തിൽ, ഈ സ്ഥൂല ശരീരത്തെ ബന്ധിച്ചുകൊണ്ടുള്ള കാര്യമാണ് സൂക്ഷ്മ ശരീരത്തിൽ മാനാഭിമാനമായിട്ട് വരുന്നത്, മനസ്സിൽ വരുന്നത്. അപ്പൊ അതും അംഗം തന്നെയാണ്, ഈ പ്രപഞ്ചത്തിന്റെ അംഗം തന്നെയാണ്, ലോകത്തിന്റെ അംഗം തന്നെയാണ്. അപ്പോ ലോകം മിഥ്യ എന്ന് പറഞ്ഞ് ദേഹത്തെ അതിൽ നിന്ന്, അതായത് ലോകത്തിൽ നിന്ന് വേറെയായി വയ്ക്കണം. ആര്? ജ്ഞാനിയാകാൻ വേണ്ടി ശ്രമിക്കുന്നവർ. ലോകം മിഥ്യ എന്ന് പറഞ്ഞ് ദേഹത്തെ അതിൽ നിന്ന്, അതായത് ഈ ലോകത്തിൽ നിന്ന് വേറെയായി ഇപ്പൊ വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? ലോകത്തിൽ നിന്ന് വേറെയായി ഈ ശരീരം ഞാൻ എന്ന് പറഞ്ഞു വെച്ചിരിക്കും. പക്ഷെ ശരിക്കും വെക്കേണ്ടത് എങ്ങനെയാണ്? ഈ ലോകത്തിന്റെ അംഗം തന്നെയാണ് ഈ ശരീരം. അപ്പോ ലോകം മിഥ്യ, അപ്പോ ഈ ശരീരം മിഥ്യ എന്ന് വെക്കാം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെയായി വച്ചുകൊണ്ടിരിക്കുന്നു. ലോകം വേറെ, ശരീരം വേറെ, അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ നമ്മളിരിക്കുന്നത്. ഇപ്പൊ ലോകം മിഥ്യ എന്ന് പറയുകയും ചെയ്യും. ശരീരം വേറെ ആയിട്ടാണ് നമ്മുടെ സങ്കല്പം, അതുകൊണ്ട് ശരീരത്തെ മിഥ്യ എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇവിടെ ആചാര്യസ്വാമി പറഞ്ഞു തരുന്നു, ലോകത്തിന്റെ അംഗമാണ്, പ്രപഞ്ചത്തിന്റെ അംഗമാണ് ഈ ശരീരം. അതുകൊണ്ട് പ്രപഞ്ചം മിഥ്യ എന്ന് മനസ്സിലാക്കുന്ന സമയം ഈ ശരീരവും ദേഹവും മിഥ്യ എന്ന് ഉറയ്ക്കും. അപ്പോഴേ ജ്ഞാനമാവും. ദേഹവും ലോകത്തിന്റെ അംഗമാണ് എന്നിപ്പോ ആചാര്യസ്വാമി പറഞ്ഞു തരുന്നതാണ് ഈ ശ്ലോകത്തിൽ മെയിനായിട്ട്. ഈ ശരീരവും ലോകത്തിന്റെ അംഗമാണ്. ലോകം മിഥ്യ ആവുമ്പോൾ ഈ അംഗവും മിഥ്യയാകും. അപ്പൊ ദേഹം മിഥ്യയായി മാറുമ്പോ ദേഹധർമ്മം പിന്നെ അവിടെ ഉണ്ടോ? ഇല്ല. ലോകം മിഥ്യ, ദേഹം മിഥ്യ, ദേഹധർമ്മവും മിഥ്യ, ഒന്നുമില്ല പിന്നെ അവിടെ. ദേഹധർമ്മങ്ങളില്ലെങ്കിൽ പിന്നെ കർമ്മഫലങ്ങൾ അവിടെ ഉണ്ടോ? ഇല്ല. കർമ്മമേ ഇല്ല, പിന്നെ എങ്ങനെ കർമ്മഫലം ഉണ്ടാകുന്നേ? വളരെ ഗഹനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ പ്രപഞ്ചം മിഥ്യ, പ്രപഞ്ചത്തിന്റെ അംഗമാണ് ഈ ശരീരം. ഈ ശരീരം മിഥ്യ. ശരീരം മിഥ്യ ആയതുകൊണ്ട് ശരീരത്തിന്റെ ധർമ്മങ്ങളൊന്നുമില്ല, ദേഹധർമ്മമില്ല, അതും മിഥ്യ. അങ്ങനെ വരുമ്പോ പ്രാരബ്ധസ്യ അവസ്ഥിതി കുതഃ? പ്രാരബ്ധത്തിന്റെ അവസ്ഥിതി, ആ നിലനിൽപ്പ്, കുതഃ എങ്ങിനെ? പ്രാരബ്ധം ഉടലിലുള്ളതാണ്. പ്രാരബ്ധം ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കർമ്മം കൊണ്ടാണ് ശരീരം കിട്ടിയത്, അതുകൊണ്ടാണ് പ്രാരബ്ധം അനുഭവിക്കണം എന്ന് പറയുന്നത് ലോ ഓഫ് കർമ്മ അനുസരിച്ച്. പക്ഷെ ഇവിടെ അതെല്ലാം പോയി, ശരീരമേ ഇല്ല, മിഥ്യ.
പിന്നെ ഇവിടെ കർമ്മമുണ്ട്, പിന്നെ എന്ത് കർമ്മത്തിന്റെ ഫലമുണ്ട്? ഒന്നുമില്ല. അപ്പോ ശരീരം മിഥ്യ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാരബ്ധമില്ല. അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ശങ്കരാചാര്യസ്വാമികൾ ചെയ്യുന്നത്. പക്ഷെ പല സ്ഥലങ്ങളിലും ശരീരപാദം വരെ പ്രാരബ്ധം അനുഭവിച്ചേ പറ്റൂ എന്ന് ഒരു രീതിയിൽ ഉപനിഷത്തുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരീരപാദം വരെ. അപ്പൊ പറഞ്ഞു അത് അജ്ഞാനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. ഉടലില്ലാതെ പിന്നെന്ത് പ്രാരബ്ധം? ഉടലില്ലെങ്കിൽ പിന്നെ പ്രാരബ്ധമില്ല. ഉടലില്ലാതാകുന്നു. ഉടലില്ലാതെ ഇങ്ങനെ മിഥ്യ എന്ന് പറയാൻ പറ്റും. കാരണം ജഗത് മിഥ്യ എന്ന് പഠിപ്പിച്ചു. ജഗത് മിഥ്യയാണെങ്കിൽ ജഗത്തിന്റെ അംഗമായ ശരീരം മിഥ്യ. ശരീരം മിഥ്യയാകുമ്പോൾ പ്രാരബ്ധമില്ല. അപ്പൊ ആദ്യ വരിയിൽ തന്നെ അതാണ് പറയുന്നത്. ദേഹസ്യാപി പ്രപഞ്ചത്വാത് പ്രാരബ്ധാവസ്ഥിതി കുതഃ. ആദ്യത്തെ വരിയിൽ അത് പറഞ്ഞു. പ്രാരബ്ധം സുഖദുഃഖങ്ങൾ തരും. എന്നാൽ ജ്ഞാനി സുഖദുഃഖങ്ങൾക്ക് സാക്ഷി മാത്രമാണ്. ജ്ഞാനി എവിടെ ഉണ്ടാവും? സുഖദുഃഖങ്ങൾക്ക് സാക്ഷിയായിട്ട് അദ്ദേഹം ഉണ്ടാവും. അതെങ്ങനെയാ പറ്റുക? സുഖദുഃഖങ്ങൾക്ക് സാക്ഷിയായിട്ട് എങ്ങനെയാ ഇരിക്കാൻ പറ്റുക എന്നൊരു ചോദ്യം ചോദിക്കാം, അല്ലേ? അങ്ങനെ സുഖദുഃഖങ്ങൾക്ക് സാക്ഷിയായിട്ടിരിക്കാൻ പറ്റൂ? അനുഭവിക്കല്ലേ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്ന ആളോട് ചെറിയ ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഒരാൾ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീത്ത വാക്ക് പറയുന്നു. നല്ലൊരു ചീത്ത വാക്ക് നമ്മളെ പറയുക. നമ്മള് ആ വാക്കിന്റെ അർത്ഥമൊക്കെ നോക്കി അതിനെ നമ്മൾ സ്വീകരിക്കാതിരിക്കുക. അപ്പൊ എന്തുണ്ടാവും? നമ്മൾ അതിനെ സ്വീകരിക്കാതിരിക്കുക. ആ വാക്കിനെ നമ്മൾ സ്വീകരിക്കുന്നില്ല. അയാൾ എന്തോ പറയട്ടെ, അതുകൊണ്ട് നമ്മൾ വിഷമിക്കുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല. അപ്പൊ എന്തുണ്ടാവും? ആ വാക്കിന് എന്താ സംഭവിക്കുക? ഒരു ചീത്ത വാക്ക് നമ്മളെ പറയുന്നു, നമ്മൾ ആ വാക്കിനെ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് വിഷമിക്കുന്നുമില്ല. സ്വീകരിച്ചാലേ വിഷമിക്കുള്ളൂ. സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നോടെ. സ്വീകരിക്കുന്നുമില്ല, വിഷമിക്കുന്നുമില്ല ഇരുന്നോട്ടെ. അപ്പൊ ആ വാക്കിന് എന്താ സംഭവിക്കുക? ആ വാക്ക് വേസ്റ്റ് ആവും, അല്ലേ? ആ വാക്ക് വേസ്റ്റ് ആവും. അത് മിഥ്യയായിട്ട് മാറും. ആ വാക്ക് വെറും മിഥ്യയായിട്ട് പോകും. സ്വീകരിച്ചാലേ അത് ആവുള്ളൂ. സ്വീകരിച്ചില്ലെങ്കിൽ മിഥ്യയായി പോകും. ഇവിടെ ഒന്നും പറ്റില്ലല്ലോ. അയാളുടെ വായന്ന് വന്നു, പിന്നെ ഒന്നും സംഭവിച്ചില്ല, അത് പോയി. പല സ്ഥലത്തും ജ്ഞാനിക്ക് ശരീരപാദം വരെ പ്രാരബ്ധമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ എന്നിവിടെ ചോദിക്കുന്നുണ്ട്. പല സ്ഥലത്തും ജ്ഞാനിക്ക് ശരീരപാദം വരെ പ്രാരബ്ധമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. താവദേവാച്ചിരം യാവന്ത ദിമാക്ഷ്യെ എന്ന് ഒരു ബൃഹദാരണ്യവാക്യം ഉണ്ടത്രേ. ആ ശരീരം പോകുന്നിടം വരെ ജ്ഞാനി കാത്തിരിക്കുന്നു എന്ന് ആ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ജ്ഞാനിക്ക് പ്രാരബ്ധമില്ലെങ്കിൽ ഉപനിഷത്തില് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നേരത്തെ ആചാര്യസ്വാമി പറഞ്ഞു, അത് അജ്ഞാനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് അജ്ഞാനികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ധാരാളം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ അപരോക്ഷ മനോവീതിയുടെ ഇത്രയും 96-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞു നിൽക്കുന്ന ഒരാൾക്കുള്ളതല്ല. അങ്ങനെയുള്ളവർക്കുള്ളതല്ല അത് ഫ്രണ്ട് ആദ്യ സ്റ്റാർട്ടിങ്ങിലുള്ള ബേസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് പറയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഇത്രയും അറിവ് നേടിയ ശേഷമുള്ള ആളോടുള്ള ഉപദേശമല്ല. ആ ഉപദേശം അജ്ഞാനികൾക്ക് വേണ്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞേ. അജ്ഞാനി ജനബോധാർത്ഥം, അജ്ഞാനി ജനബോധാർത്ഥം പ്രാരബ്ധം വക്തി വൈ ശ്രുതി. ആചാര്യസ്വാമി തന്നെ ഇവിടെ പറഞ്ഞത് അജ്ഞാനി ജനബോധാർത്ഥം പ്രാരബ്ധം വക്തി വൈ ശ്രുതി. അറിവില്ലായ്മയിലിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, അജ്ഞാനി ജനബോധാർത്ഥം, അറിവില്ലായ്മയിലിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉപദേശം ചെയ്യുവാനായിട്ട്, അവർക്ക് വേണ്ടി, അവർക്ക് മനസ്സിലാകുവാനായിട്ട്, അവരെ ഉപദേശം ചെയ്യുവാനായിട്ട് പ്രാരബ്ധം ശ്രുതി വക്തി. ശ്രുതി പ്രാരബ്ധത്തെ പറയുന്നു.
അവർക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ലോ ഓഫ് കർമ്മയും പ്രാരബ്ധങ്ങളൊക്കെ പറഞ്ഞ് ശരീരപാദം വരെ കാണും എന്ന് പറഞ്ഞത് അജ്ഞാനികൾക്ക് വേണ്ടിയിട്ടാണ്, ഇതിന്റെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് സൃഷ്ടിക്രമം. ജഗത്തുണ്ടായ ക്രമങ്ങളല്ലേ, പല ഉപനിഷത്തുകളിലും ജഗത്തുണ്ടാകുന്നതിന്റെ ക്രമം പറയുന്നുണ്ട്. എങ്ങനെയാണ് സൃഷ്ടിക്രമം? പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മമായിട്ട് ആദ്യം ഉണ്ടാകുന്നു, പിന്നെ അതിൽ നിന്നാണ് സ്ഥൂലമാകുന്നത്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം അജ്ഞാനികൾക്ക് ആദ്യത്തെ സ്റ്റെപ്പില് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പുകൾ ഒരു ഗോവണി കയറി മോളിൽ പോയി കഴിഞ്ഞ് മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഗോവണി ആവശ്യമുണ്ടോ? എല്ലാ സ്റ്റെപ്പും കയറി മുകളിലെത്തി അവിടെ ഇരിക്കുമ്പോ പിന്നെ എന്തിനാ ഗോവണി? പിന്നെ ഗോവണിയുടെ ആവശ്യമില്ല. അപ്പൊ അവിടെ പിന്നെ രീതികളെല്ലാം വേറെയാ. ആദ്യം ആ സ്റ്റെപ്പ് കയറുമ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് വേണം കയറി പോകാൻ. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗോവണിയുടെ ആവശ്യമില്ല, പിന്നെ താഴോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല അല്ലേ? പിന്നെ താഴോട്ട് എന്തിനാ ഇറങ്ങണേ? സംസാരത്തിലാണെങ്കിലല്ലേ താഴോട്ട് ഇറങ്ങലും മുകളിലോട്ട് കയറലും മാറിയേ ഉള്ളൂ. ജ്ഞാനാവസ്ഥയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ താഴോട്ടില്ലല്ലോ. ജ്ഞാനി ആയാൽ പിന്നെ എന്നും ജ്ഞാനി തന്നെ, എപ്പോഴും ജ്ഞാനിയാണ്, ഒരിക്കലും മാറ്റമില്ലല്ലോ. പിന്നെ മരണമില്ല, ജനനമില്ല, ഒന്നുമില്ല, ഒരിക്കലും അതില്ല. സംസാരിക്കാണ് ഗോവണി ആവശ്യം, കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. മറ്റേത് കയറി അങ്ങ് ചെന്നാൽ പിന്നെ കഴിഞ്ഞു, ഒന്നുമില്ല. അപ്പൊ അജ്ഞാനിക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്രമത്തെയൊക്കെ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജില് സംസാര ദുഃഖം കൊണ്ട് പൊറുതി മുട്ടുമ്പോ ഇല്ലേ, ഫസ്റ്റ് സ്റ്റേജില്, ആദ്യത്തെ സ്റ്റേജില് നമ്മൾ സംസാര ദുഃഖം കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണല്ലോ അതൊക്കെ അന്വേഷിക്കാൻ വന്നേ അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് അന്വേഷണ ഒരു തൃഷ്ണ ഉണ്ടായത് തന്നെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും കൊണ്ട് തന്നെയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തില് ആണ് ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ സത്യത്തെ അന്വേഷിക്കാൻ വെറുതെ എല്ലാ സുഖഭോഗങ്ങളോടും കൂടി ഇരിക്കുമ്പോൾ ഈ സത്യത്തെ അന്വേഷിക്കാനായിട്ടൊരു തോന്നലുണ്ടാകല് ജനകനൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്കൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരു വിഷമത്തിൽ കൂടി മാത്രമേ സാധാരണ ജനങ്ങൾ ആത്മീയ അന്വേഷണത്തിലേക്ക് ഇറങ്ങും. നമ്മളൊക്കെ അതിൽപ്പെട്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇത്രയും പ്രായമാകേണ്ട കാര്യമില്ലായിരുന്നല്ലോ, നേരത്തെ തുടങ്ങായിരുന്നു. കൊച്ചിലെ തുടങ്ങി ഇപ്പൊ ഒരു വലിയ ഒരു ഗുരുനാഥനൊക്കെ ആയിട്ട് മാറി വലിയൊരു സന്യാസമൊക്കെ സ്വീകരിച്ച് നമുക്ക് ഇരിക്കായിരുന്നു. അപ്പോ അതൊന്നും പറ്റിയില്ല. പിന്നെ എവിടെയോ എന്തോ ഒരു മുജ്ജന്മം, നമുക്കിപ്പോ ജന്മം ഉള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ശ്ലോകത്തിൽ ജന്മമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ നമുക്ക് അത് പറയാറായില്ല. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ മുജ്ജന്മമൊക്കെ പറയും, മുജ്ജന്മ സുഹൃതം കൊണ്ട് ഈ വഴിയിലേക്ക് വന്നു എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ സ്റ്റേജിലേക്ക് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പഠിച്ച ആ സ്റ്റേജിലേക്ക് എത്തും. നമ്മുടെ പ്രയത്നവും നന്നായിട്ട് പ്രയത്നിച്ച് ആ ആഗ്രഹത്തോടു കൂടി തന്നെ പ്രയത്നിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സാധിക്കും. ഉറപ്പായിട്ടും നമ്മളും ജന്മമില്ലാത്ത അവസ്ഥയെ പറയും, ഉജ്ജന്മത്തെ കുറിച്ചൊന്നും പറയില്ല, പ്രാരബ്ധത്തെ കുറിച്ചൊന്നും പറയില്ല. എപ്പോഴും ആ ആത്മാനന്ദത്തില് നമ്മൾ ഇരിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ആദ്യം നമ്മൾ സംസാര ദുഃഖം കൊണ്ട് പൊറുതിമുട്ടി. എന്താ പ്രശ്നം എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളത് വാസ്തവം. എന്തായാലും ഈ വഴിയിലേക്ക് വന്നു. അപ്പോ ഈ വഴിയിലേക്ക് എത്തി. ഇപ്പൊ ഏതായാലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സ്വയം തിരിച്ചറിയാം, നമുക്ക് അറിയേണ്ടതാണ്. നമ്മൾ മാറ്റം വന്നിട്ടില്ല എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഓരോ സ്റ്റേജിലുമുള്ള നമ്മുടെ വളർച്ചയെ നമ്മൾ അറിയണം. അത് ആവശ്യമാണെങ്കിൽ തിരുത്തൽ പറ്റും. നമ്മൾ മാറിയിട്ടില്ല എങ്കിൽ തിരുത്തണം. ഭഗവാൻ ബാബ എപ്പോഴും പറയുന്ന ഈ പരിവർത്തനത്തിന്റെ കാര്യത്തിലാണ്. എപ്പോഴും ഭഗവാൻ വന്ന ഈ അവതാരം തന്നെ നിങ്ങളെ പരിവർത്തനപ്പെടുത്താനാണ്. എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ച പരിവർത്തനം? സ്വയം ആത്മാ എന്നുള്ള തിരിച്ചറിവൽ ഉണ്ടാകലാണ് ഭഗവാൻ അവിടെ ഉദ്ദേശിച്ച പരിവർത്തനം. എല്ലാവരിലും ഈ പരിവർത്തനം ഉണ്ടാകണം എന്നാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. ഭഗവാൻ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളും ഭഗവാന്റെ അവതാര കാലത്തുള്ള ഉപദേശങ്ങൾ മുഴുവൻ ഒരു ജീവനെ പരിവർത്തനം ചെയ്ത് സ്വയം ആത്മാ എന്ന് തിരിച്ചറിവിലേക്ക് വളർത്തുന്നതാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം. ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം അതിനെ ബേസ് ചെയ്തത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കുറെ സത്യസായി ഓർഗനൈസേഷൻ കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അവിടെ സേവ ചെയ്യുന്നു, ഇവിടെ സേവ ചെയ്യുന്നു, ഭജന നടത്തുന്നു, രുദ്രാഭിഷേകം നടത്തുന്നു, ഏകാദശരുദ്ര പാരായണം നടത്തുന്നു. ഇതെല്ലാം നമ്മൾ കാണും. പക്ഷെ ഇതിന്റെ ഒക്കെ പുറകിലുള്ള കാര്യത്തെ മനസ്സിലാക്കണം. എല്ലാം എന്തിനാണ്? ഒരു വിഭാഗക്കാരെ പരിശുദ്ധമാക്കണമെങ്കിൽ, അവരുടെ മനഃശുദ്ധി ശരിയാക്കി കൊണ്ടുവരണമെങ്കിൽ സേവയിൽ കൂടിയേ പറ്റൂ. ഒരു കൂട്ടരെ മന്ത്രജപങ്ങളിൽ കൂടിയേ പറ്റുള്ളൂ.
ഒരു കൂട്ടരെ കുറെ കർമ്മഭാഗത്തിലേക്ക് കൊണ്ടുവന്നിട്ടേ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോ വിഭാഗത്തിലുള്ളവർക്കും എങ്ങനെയാണോ അല്ലെ, ഈ ലോകം മുഴുവൻ പല ഇതിൽപ്പെട്ടതല്ലേ. അപ്പോ ഭഗവാന്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാര് എല്ലാ തരത്തിലുമുള്ളവരുമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ചുമ്മാ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലില്ലോ, വെറുതെ ആരും ചെല്ലത്തില്ല. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെ നോക്കി ഒന്നും രക്ഷയില്ല, എവിടെയും രക്ഷയില്ല. അപ്പോഴും ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു അവതാരമാണെന്നൊക്കെ പറഞ്ഞു. അല്പസ്വല്പം വിശ്വാസം, ചെറുതായിട്ട് വിശ്വാസം ഇല്ലെങ്കിലും അങ്ങ് ഓടിച്ചെന്ന് കാര്യം മാറി കിട്ടണമല്ലോ, പ്രശ്നം മാറി കിട്ടണം, അതിനുവേണ്ടി ഓടിച്ചെന്ന് അനുഭവം കൊണ്ട്, സ്വന്തം അനുഭവം കൊണ്ട് അത് വിശ്വാസം വരുന്നു. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി തുടങ്ങി. അങ്ങനെയാണ് എല്ലാ സംഗതി. ഇപ്പോ ഈ അവതാരം മാത്രമല്ല, ഇപ്പൊ അമൃതാനന്ദീനി ദേവിയുടെ അടുത്ത് പോകുന്നവരാണെങ്കിലും, വലിയ വലിയ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നവരാണെങ്കിലും, ആരാണെങ്കിലും ആ ചെല്ലുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പൊ അവർക്ക് ആ പ്രശ്നത്തിന് അവരുടെ മനസ്സിനൊരു സമാധാനം, പ്രശ്നം അവിടെ ഉണ്ടാവും, പക്ഷെ ഗുളിക കഴിക്കുമ്പോൾ തലവേദന അറിയാതിരിക്കുന്ന പോലെ ആ ഗുരുവിന് ആ പ്രശ്നത്തെ അറിയിക്കാതെ ഇയാളെ മനസ്സിനെ വളർത്തിക്കൊണ്ടുപോകാനുള്ള കഴിവ് ആ ഗുരുവിനുണ്ടാവും. ആ ഗുരു ആ ഉപദേശം കൊടുക്കും. ആ ഉപദേശത്തിൽ കൂടി അയാൾ ഇത് അറിയാതെ ഇത് കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ വഴിയിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെ കൂടുതൽ പഠിക്കണം, അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണ് എല്ലാവരും ഓരോരോ ഗുരുവിന്റെ അടുത്ത് നിൽക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത്. പക്ഷെ അവിടെ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അത്യധ്വാനം കൊണ്ടും ശരിയായിട്ടുള്ള സാധന കൊണ്ടും മാത്രമേ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തും. അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാനുള്ള ഒരു വേദിയായിട്ടത് മാറിയാൽ ആ പ്രശ്നം മാറും, പിന്നെയും അടുത്ത പ്രശ്നം വരും. ഇത് വന്നുകൊണ്ടേയും പോയിക്കൊണ്ടും ഇരിക്കും. അപ്പൊ ആ പ്രശ്നം മാറാനുള്ള ഒരു കാര്യമായിട്ട് എടുക്കരുത്. അത് ഒരു സൂചന മാത്രമാണ്. അവിടേക്ക് എത്തിപ്പറ്റാനുള്ള ഒരു കാരണം മാത്രമായിരുന്നു അത് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ ശരിയായിട്ട് നല്ല രീതിയിൽ ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കൂടുതൽ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പറ്റും, കൂടുതൽ അറിവ് നേടാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ മാത്രമേ ആത്മസാക്ഷാത്കാരം എന്നുള്ളൊരു ലെവലിലേക്ക് വരുള്ളൂ. ഇപ്പോ എല്ലാ സംഘടനകളിലും ഇപ്പൊ സംഭവിക്കുന്നത്, നമുക്കൊക്കെ സംഭവിക്കുന്നത്, നമ്മളൊരു സ്റ്റേജിൽ അങ്ങ് കുടുങ്ങി നിൽക്കും. ആ സ്റ്റേജിൽ നിന്ന് നമ്മൾ മുന്നിലേക്ക് പോവില്ല. നമ്മൾ തന്നെ സ്വയം നമുക്ക് നോക്കിയാറേ, നമ്മളിപ്പോ ശരിക്കും നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെതായ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ? ഇല്ല, ഉയർന്നിട്ടില്ല. ഇത്രയും നമ്മൾ മനസ്സിലാക്കി, പക്ഷെ അതിന് തക്കവണ്ണം നമ്മൾ ഉയർന്നിട്ടില്ല. അതിനുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്തിട്ടില്ല. ധൈര്യം വന്നിട്ടില്ല, ഇല്ലേ? ധൈര്യം വന്നിട്ടുണ്ടോ? ശരിയായിട്ട് ധൈര്യമുണ്ടോ? ആത്മധർമ്മം മാത്രം ഞാൻ ഇനി പാലിക്കും എന്ന് പറഞ്ഞു മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമുക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ സംസാരത്തിലെ പല കാര്യങ്ങൾ വരുമ്പോ ഒരു ചഞ്ചലപ്പുണ്ടാവും, ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെ തോന്നും. കുറേശ്ശെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എന്താ, കുറെ മറ്റുള്ളവരെ തലയിലേക്ക് വെക്കും. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയായി, ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്നൊക്കെ പറയും. ഇതൊക്കെ മനുഷ്യ സഹജം. അപ്പോ ശരിയായിട്ടുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ, ജഗത് മിഥ്യയിലേക്ക് പോകണമെങ്കിൽ എളുപ്പമല്ല. ധാരാളം അതിനുവേണ്ടി പഠിക്കേണ്ടിയിരിക്കുന്നു, സാധന ചെയ്യേണ്ടിയിരിക്കുന്നു, ധ്യാനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുപാട് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. നല്ല നിഷ്ഠയായിട്ടുള്ള സമയക്രമത്തോടുകൂടിയുള്ള ആത്മവിചാരം അത് ചെയ്തേ പറ്റും. സമയക്രമത്തോടുകൂടിയുള്ള ആത്മവിചാരം ചെയ്ത് ഇതിൽ ഉറച്ച് ഒരു നിഷ്ഠനാകാൻ അത് വരുന്നുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആചാര്യസ്വാമി. വളരെ ഗംഭീരമായിട്ട് ഇനി വരുന്നുണ്ട്. നിധിധ്യാസനം എന്നൊരു ഭാഗം വരുന്നുണ്ട്, വളരെ ഗംഭീരമാണ്. അപ്പോ അത് വരുമ്പോൾ കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാലും നമ്മുടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കണം. ഓരോ നിമിഷവും, ഏത് സമയവും മരണം വരാം, ഏത് സമയവും മരണം വരാം. എത്ര പേരാ പ്രതീക്ഷിച്ചിരിക്കാതെ മരിക്കുന്ന. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ പലരും അപ്രതീക്ഷിതമായിട്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാം, നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുക. എപ്പോ വേണമെങ്കിൽ വരാം, ഞാൻ ആത്മവിചാരത്തിലാണ്, എൻ്റെ ശരീരം പൊക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, മരണത്തെ എനിക്ക് ഭയമില്ല, ഞാൻ റെഡിയാണ്, മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞാൻ റെഡിയാണ്. ഞാനത് കഴിഞ്ഞിടയ്ക്ക് വായിക്കണ്ടായി. ഏതൊരാളാണോ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന, മനസ്സിനെ ആ ലെവലിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് ജീവിക്കുന്ന അയാൾക്ക് ഈ ശരീരം, ആത്മാശരീരം വിടുമ്പോൾ, ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഒരു തരത്തിലുള്ള വേദനയും ഉണ്ടാകില്ല. വളരെ നല്ലൊരു കാര്യമാണ്. ഒരു അറിവാണ് കിട്ടിയത്. ഒരു വലിയൊരു ആചാര്യൻ, ആരുടെ പേര് വന്നുപോയി, വളരെ നല്ലൊരു അറിവാണ് കിട്ടിയേ. ആ റെഡി ആയിട്ടിരിക്കുന്ന ഒരു ജീവന്, ഈ ശരീരം വിടാൻ റെഡി ആയിട്ടിരിക്കുന്ന ജീവന് ശരീരം വിടുമ്പോൾ വേദന ഉണ്ടാകില്ലെന്ന് പറയും. അല്ലെങ്കിൽ കഠിനമായ പ്രാണവേദന ഉണ്ടാകും എന്നുള്ളതും വാസ്തവമാണ് പറയുന്നത്. നമ്മൾ കാണാറുണ്ട്, പലരും അനുഭവിക്കുന്നത്, പലതും നമ്മൾ കാണും. പിന്നെ ശരീരം തളർന്നിരിക്കുന്നവര് അവർ മനസ്സിൽ അനുഭവിക്കുന്നുണ്ടാവും, പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല.
പക്ഷെ ചിലർക്ക് ഇങ്ങനെ കണ്ണിൽ കൂടി വെള്ളം വരുന്ന കാണാം, ശരീരം അനക്കാൻ പറ്റത്തില്ല, ചിലര് വില്ല് പോലെ വളഞ്ഞ് ശ്വാസാവസാന പ്രാണൻ എടുക്കാൻ വേണ്ടി വളയുന്നത് കാണാം. അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പലതരം മരണങ്ങൾ, ശബ്ദം, ബഹളം, ഇതൊന്നുമില്ലാതെ വളരെ കൂളായിട്ട് ശരീരത്തിൽ നിന്ന് ഈ ജീവൻ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നത് ഇങ്ങനെ റെഡി ആയിരിക്കുന്നവരോളം റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന പറയുന്നത്. ഏതായാലും നമുക്ക് പറഞ്ഞ മാതിരി എപ്പോ വേണമെങ്കിൽ സംഭവിക്കാമല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഈ ശരീരം നശിക്കാനുള്ളതാണ്, ഇത് പോകും, ഉറപ്പാണ്, ഇനിയൊരു ശരീരം വേണ്ട. അതുകൊണ്ട് മുന്നോട്ടുള്ള ആ യാത്രയിൽ ശരീരമില്ലാതെ ഉണ്ടാകാത്ത ജ്ഞാനം ലഭിച്ച ശേഷം ജ്ഞാനികൾ പോകുന്ന ആ മാർഗത്തിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് നമുക്ക് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കാം. ഏത് സമയം അത് വന്നോട്ടെ, നമുക്കത് സന്തോഷത്തോടെ സ്വീകരിക്കാം. ഈ ശരീരം വിടാനായിട്ട് ഇങ്ങനെ മനസ്സിനെ പതുക്കെ കൊണ്ടുവന്ന് ഇപ്പൊ തന്നെ അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിയുമ്പോ തന്നെ എന്തായി, ഏറ്റവും വലിയ ഭയം മരണഭയമാണെന്നാ പറയുന്നത്. അതില്ലാണ്ടായാൽ പിന്നെ വളരെ സുഖമായി. പിന്നെ ഏത് കാര്യങ്ങൾക്കും നമുക്ക് പ്രശ്നം വരത്തില്ല. ഓരോ കാര്യവും അതിന്റെ അൾട്ടിമേറ്റ് അവസാനം വരുമ്പോൾ മരണത്തിലോടാണ് കൊണ്ടെത്തിക്കുക. അതേമാതിരി ഇത് മിഥ്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രാരബ്ധം നമുക്കില്ല, പ്രാരബ്ധം എന്ന് ഇനി പറയരുത്. ഇനി എന്തെങ്കിലും വരുമ്പോ അയ്യോ എന്റെ പ്രാരബ്ധം ഞാൻ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഇനി നമ്മൾ ഉപയോഗിക്കരുത്. നമ്മൾ ഇത്രയും പഠിച്ച ശേഷം നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കും. നമ്മൾ അങ്ങനെ പറയും തോറും നമ്മുടെ ഉള്ളിൽ അത് കയറും. അപ്പൊ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെയൊന്നും വിചാരിക്കാതെ നല്ല സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശങ്കരാചാര്യ സ്വാമികൾ ഇനിയും നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകത്തോടു കൂടി തുടങ്ങാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. Thank you, sir. Sairam sir. സായിരാം. Sairam sir. സായിരാം. Sairam, sir. സായിരാം. Sairam.